പറഞ്ഞതിൻ്റെ മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. പുള്ളി അങ്ങനെ പറഞ്ഞു എന്നിട്ട് അവരെന്നിട്ട് നേരെ ജില്ല കട്ടിപ്പോയി. അല്ല, ഇവിടെ നടയിൽ വന്നിട്ട് കയറാതെ പോയത്. ഞങ്ങൾ ഇരുന്ന നേരം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എല്ലാം കവർ ചെയ്യുക. അവരുടെ പൈസ ഒക്കെ ഉണ്ടല്ലേ? ആ ഇവർക്ക് ഇതാ ഇഷ്ടം. അതിന് ഇന്നലെ നമ്മളോട് 6 പേരൊക്കെ കയറാന്ന് പറഞ്ഞു. 8 പേര് കയറുന്നുണ്ട്. പണ്ടെങ്കിൽ നമ്മള് പറ്റില്ല. 8 പേരുടെ ഉണ്ട്. ആ വില പേശണം, ചോദിക്കണോ അങ്ങ് ഏറ്റവും. എനിക്ക് ഓൺലൈനിൽ അയച്ചു തന്ന പേപ്പർ 4 പേജുണ്ട്. എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചിരിക്കുന്നു. ഞാനത് അവരുടെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റി പ്രിൻ്റ് എടുത്ത് സൈൻ ചെയ്ത് പിന്നെ വീണ്ടും അവരുടെ കമ്പ്യൂട്ടറിൽ കയറ്റി PDF ആക്കിയിട്ട് ട്രിവാൻഡ്രത്തിന് അയച്ചു കൊടുത്തതിന് 40 രൂപ. ഞാൻ അതിശയിച്ചു പോയി. കേരളത്തിലാണെങ്കിലും 500 രൂപ മേടിക്കും. 40 രൂപ. ഞാൻ ഇത്രയും വർക്ക് ചെയ്തതിന് ചുമ്മാ ഇവിടെ ഉള്ളവർ അങ്ങോട്ട് ജോലിക്ക് ഞാനതിനും പുള്ളിക്ക് അബദ്ധം പറ്റുകയാണോ? ഇല്ല, 40 തന്നെയാണ്. നമ്മളിവിടെ തമ്പാനൂര് 80 പൈസ വെച്ചേ ഉള്ളൂ പ്രിന്റ് എടുക്കണേ. പക്ഷേ നമ്മുടെ ആറ്റിയാലാണെങ്കിൽ 5 രൂപ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ ആളിനെ നോക്കി ഇഷ്ടം പോലാണ് മേടിക്കുന്നത്. അറിയാം, വേസ്റ്റിന്റെ കാര്യത്തിൽ കേരളം തന്നെ ഭേദം. ഇല്ലേ? അവിടെ മാത്രമേ കൃഷ്ണൻ ജനിച്ച സ്ഥലവും അതിൻ്റെ കുളവും അവിടെയൊക്കെ നടന്നു പോയി കാണണം എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ മാത്രം വരേണ്ടി വരും അല്ലേ? അന്ന് ഇവിടെ താമസിച്ച് ഇനി ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലേ. വൃന്ദാവൻ പബ്ലിക് കഷ്ടമുണ്ട് കൃഷ്ണൻ. അതുകൊണ്ട് പ്ലാസ്റ്റിക്കൊക്കെ തിന്നുകൊണ്ട് പശു കഴിക്കുന്നു. ഇതെന്ത് നദിയാണ്? അവിടെ എന്തോ വോട്ടിങ്ങാണ്. നമ്മുടെ സ്വാമിമാരൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാരുടെ ഇത് യമുന കുഞ്ചരിച്ച് അവരെ നടന്നു പോകുന്നതാണ്. ഇവിടെ ഇറങ്ങണം. മണി എത്രയും നോക്കും. നമുക്ക് പോവാം. കണ്ടു അടയ്ക്കുമല്ലേ. ഇവിടുത്തെ പശുക്കൾക്കൊക്കെ സുഖമാണ്. നമ്മളിവിടെയൊക്കെ പശുക്കള് മറ്റേ ഇറച്ചിയേര് തൂങ്ങും. യമുന നദിയായിരിക്കും. യമുന കുഞ്ഞ് ആയിരിക്കും അല്ലേ?
ഇവിടെ ബോട്ടിംഗ് ആണ്. ഇവിടെ ആൾക്കാർ ഇവിടെ ബിൽഡിങ്ങിലെ പഴയ വീടാണ്. राधा दामोदर में चलता हूँ चले हाँ ठीक है राधा दामोदर ओके അതേതാ കുതിര ക്ഷീണിച്ചിരുന്നു. അതിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്തിരി വെള്ളം കൊടുക്കണ്ടേ? ഈ ചൂടത്തെ ഒരു ഐശ്വര്യമല്ലേ ആ ഒരു സമയം. കൃഷ്ണന്റെ പ്രതിമയിലൊക്കെ പടത്തിലൊക്കെ കാണുന്ന അതേ ഒരു ശൗചാലയം. സാർവജനിക ശൗചാലയം. ഹലോ സുഹൃത്തെ, ഹലോ സുഹൃത്തെ, പറഞ്ഞോ. ആ പറഞ്ഞോ ആ പറഞ്ഞോ, കേൾക്കാം. ഞങ്ങൾ ഓട്ടോയിൽ ഈ പരിക്രമ മാർഗം കറങ്ങിക്കൊണ്ടിരിക്കുക. ഓട്ടോയിൽ പരിക്രമ മാർഗം എന്ന് പറയുന്ന സ്ഥലമില്ലേ, 10-14 കിലോമീറ്റർ ഉണ്ട്. ആ ഓട്ടോയിലാണ് ഞാനും വിഷയമുണ്ട്. ആ ഓട്ടോയിൽ കയറിയിട്ട് പരിക്രമ മാർഗം കറങ്ങാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ ഓട്ടോയിൽ പോയി മന്ദിരങ്ങളൊക്കെ കാണാം. അവിടെ ഞങ്ങൾ തിരിച്ചങ്ങ് പോകും. കൂടെ വന്ന് ഒരു ലേഡി വീണു. ഞങ്ങള് ഇടിച്ചു, കുതിര ഇടിച്ചു. നമ്മുടെ ഹലോ ഞങ്ങൾ തിരിച്ചങ്ങ് പോകും. ഈ ഓട്ടോയിൽ തന്നെ തിരിച്ചങ്ങ് പോകും. ഞങ്ങൾ ഈ ഓട്ടോയിൽ തന്നെ തിരിച്ചങ്ങ് പോകും. കുഴപ്പമില്ല. കയറുന്നതിനൊരു ഇതില്ലേ, പരിധിയില്ലേ? ആ ഓക്കെ. നിങ്ങൾ ഓട്ടോയിലാണോ? ഹലോ ഞങ്ങൾ ഓട്ടോയിൽ കറങ്ങിയിട്ട് ഈ ഓട്ടോയിൽ തന്നെ തിരിച്ചങ്ങ് പോകും. ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാം, അങ്ങോട്ട് പറയുന്നത് കേൾക്കാം. അവരെവിടെയെന്നാ? അവരെന്താ വീർഘട്ടം വരെ സ്ഥലത്ത് നിൽക്കുകയാണ്. കേട്ടോ, എല്ലാം വന്നിരിക്കുന്നുണ്ട്. നമ്മളിവിടെ വന്നാലാണോ? നമ്മുടെ കൂടെ അല്ല. നമ്മുടെ കൂടെ വന്ന ലേഡിയാണ് താഴെ വീണത്. അവരായിരിക്കുന്നത്. അവരുടെ കൂടെ ആളുണ്ട്. ആളുണ്ടോ? എന്താ ഇടിച്ചില്ല? ഇത് ഈ കുതിര വണ്ടി നമ്മൾ ഇറങ്ങാത്ത നല്ലതാണ്. ഇന്ന് അവധി ദിവസം കൂടെ അല്ലേ, അപ്പോൾ തിരക്ക് കൂടും.